ഹായ് ഫ്രണ്ട്സ്, H2MM-ൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ചിക്കൻ കുറുമയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മലബാറുകാരുടെ ഇഷ്ടവിഭവമായ ചിക്കൻ കുറുമ എങ്ങനെ ഉണ്ടാക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടിയിട്ട് ആദ്യം കുറച്ച് പെരിഞ്ചീരകവും അതുപോലെ തന്നെ കുരുമുളകും പച്ചമുളക് കുറച്ച് തേങ്ങ ഇവയെല്ലാം കൂടി നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. മിക്സിയുള്ളവർ മിക്സിയിൽ അരച്ചാൽ മതി. ഞാനിപ്പോൾ ഗ്രൈൻഡറിലാണ് ഇടുന്നത്. നമുക്കിനി അതിലേക്കൊരു വലിയ ചെമ്പ് കൊടുന്ന് വെക്കാം. നമുക്കിതിലേക്ക് നല്ലൊരു ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഓയിലാണ്. നമ്മൾ കുറച്ച് ഗരം മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാൻ റെഡിയാക്കാം. പെരിഞ്ചീരകം, നല്ല ജീരകം, അതുപോലെ ഏലക്കായ, ഗ്രാമ്പു, പട്ട. നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഒണിയൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 2.5 കിലോ ഓണിയനാണ് എടുത്തിട്ടുള്ളത്. 10 കിലോ ചിക്കനാണ്, അതിലേക്ക് 2.5 കിലോ ഓണിയനാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു ചെറിയ ഇതുപോലെ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരച്ചിട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഏകദേശം ഈ കളറായി വരുമ്പോൾ നമുക്ക് ഇതിലേക്കുള്ള വേണ്ട മസാല, ഗരം മസാല, അതുപോലെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇതിൽ നമ്മൾ മുളക് പൊടി ഉപയോഗിക്കില്ല, അതുപോലെ തന്നെ ടൊമാറ്റോയും ഉപയോഗിക്കില്ല. തക്കാളിയും മുളക് പൊടിയും ഉപയോഗിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. എങ്കിലും കുറുമ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ നേരം ഇരിക്കാവുന്നത് കൊണ്ടും അതിൻ്റെ പുളിപ്പ് വരാതിരിക്കാനും കൂടിയാണ് ടൊമാറ്റോ ഉപയോഗിക്കാത്തത്. മസാല നമ്മൾ നല്ലപോലെ ഇളക്കി കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്കിനി കഴുകി വെച്ച ചിക്കൻ ഉണ്ട്. ചിക്കൻ അടിപൊളിയായി കഴുകി വെച്ചിട്ടുണ്ട്, വൃത്തിയായിട്ട് ഫ്രഷ് ചിക്കനാണ്. ഇതിനെ നമുക്ക് ഇനി ആ കറിയിലേക്ക് ഇട്ട് കൊടുക്കണം, മസാലയിലേക്ക്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്യാം. നമുക്ക് തീ ഒന്ന് ചെറുതായിട്ട് കൂട്ടിയിട്ട് വെക്കാം. ഇത് ഏകദേശം ഒരു മീഡിയം ലെവൽ അതുപോലെ. നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളക് കുറച്ചിട്ട് കൊടുക്കാം. ഈ കറിവേപ്പില ഒരിക്കലും ഇത് വാട്ടുന്ന സമയത്ത് ഇടുന്നതിലാണ് നല്ലത്. ഒന്നും ഈ കറി ബോയിലാവുന്ന സമയത്ത് ഇടുന്നതാണ്. ഇനി നമുക്ക് തേങ്ങ അരച്ചത് ഉണ്ട് ഗ്രൈൻഡറിൽ, അത് നമുക്ക് എടുക്കാം. എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല പൊടിച്ചിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു വറവ് ഉണ്ടാക്കാം. അതിന് ചെറിയ ഉള്ളി കുറച്ച് ചോപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കൊരു കുറച്ച് വെളിച്ചെണ്ണയിൽ വെക്കുക. ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഞാൻ കറിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കതിനെ മൂടി വെക്കാം. കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ട് ഒരു 20-25 മിനിറ്റ് അങ്ങനെ ഇരുന്നോട്ടെ. അതിന് ശേഷം ഇതുപോലെ നമുക്കൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം.
ഇത് പൊറോട്ടൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും കുറുമ അതൊരു നല്ല സൂപ്പർ ഡിഷ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവർ. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക.